പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ. അയ്യേ, ഇങ്ങനെ ഒരു സ്ത്രീയാ നിങ്ങൾക്കൂല അമ്മയമ്മമാരൊക്കെ. മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താ ഇപ്പൊ കാര്യം? മഞ്ജു പിള്ളയോടാണ് എന്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ആർക്ക് വേണ്ടിട്ട്? തന്നെ ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? അതിന് കഥാപ്രസംഗം വേണ്ട. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നേ? അതൊക്കെ എന്റെ സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സിമ്പിളാ. പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഹാരം ചാർത്തി പോലുണ്ട്. ഇങ്ങനെ തുണി പറിച്ചെറിഞ്ഞ് പൊതുസമൂഹത്തിന് ഞാനൊരു ഭയങ്കര മോഡലാണ് എന്ന് കാണിക്കാനും മാത്രമുള്ള എന്ത് തരം ഇതാണ് അമ്മയും അച്ഛനും ഫീഡ് ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. കൂടുതൽ ഓവറാക്കിയ ചവിട്ടിക്കൂട്ടി ഞാൻ. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലോ? എന്തൊക്കെയാണ് അതിന്റെ ഡ്രസ് കോഡ്? ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂടി കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്തെ? നീ ഒരു മെറ്റീരിയൽ ആണോ? ഇത് കടിക്കോ? ഇതൊക്കെ കടിച്ച എവിടെ ഇഞ്ചക്ഷൻ എടുക്കണത് പോലും കണ്ടുപിടിച്ചിട്ടില്ല. നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? നീ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണോ അവർക്ക് കിട്ടാൻ? ഇതാ മലയാളികളുടെ കുഴപ്പം, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറിയിടണം. അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. അവൾ പിഴയാണ്, പിഴയാണ്, പിഴയല്ല. ഇനി അവളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയല്ലേ? ഇല്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? ഫിലമെന്റ് കൊഴിയാറായില്ലേ അമ്മച്ചി? ഇനിയെങ്കിലും വോൾട്ടേജ് ഉള്ള പിള്ളേരെ ബില്ലടക്കാൻ വിട്ടിട്ട് വീട്ടിലിരിക്കാൻ നോക്കരുതോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. നീ കേറി കേറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. തല്ലിക്കൊന്ന് കായലേക്കറി ഞാൻ. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി? എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. നീ ആയിരുന്നെങ്കിൽ പെണ്ണിന്റെ ചന്തിക്ക് അടിച്ചിട്ടേ സംസാരിക്കുള്ളൂ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കുടുംബത്തിൽ കാര്യമില്ല. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക. നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അത് പറഞ്ഞു കൊടുത്തപ്പോ അരയും കുറെ ഇട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണേന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ. എന്നുള്ള ഭാഷ ഒക്കെ അതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയണ്ടല്ലോ, അടിച്ചതിന്റെ കാലിയം തല്ലി പിടിക്കും. ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജു പിള്ള വളർത്തിയ മകളെ? നീ അതാണോ? താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അവനവന്റെ കാര്യം പറഞ്ഞ പോലെ. നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചക്ക് വ്യഭിചാരം എന്നാ പറയാ. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആലവലാദികള്. നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയവളുമാരെ വേണം അടിക്കാനായിട്ട്. അവരെന്നെ എന്നാ വലത്താനാ? നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെറുതെ മെക്കടി കയറാൻ നിൽക്കണ്ടെന്ന്. ബിക്കിനി ഇട്ടോണ്ട് നീയൊക്കെ കല്യാണത്തിന് പോകും? നിന്റെ അച്ഛന്റെ ഒക്കെ 16 അടിയന്തരത്തെ നീയൊക്കെ ബിക്കിനി ഇട്ടോണ്ട് നിൽക്കുവോ? ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? ആദ്യം നീ പഠിക്കണം പെണ്ണിന്റെ മാന്യത മര്യാദ മാനേഴ്സ് ഒക്കെ. അച്ഛനും അമ്മയും തെറ്റിപ്പിരിഞ്ഞ മകൾക്കങ്ങ് ബ്രീഡായി, മകളങ്ങ് ഇറങ്ങായി. ഈ കോലവും കെട്ടിക്കൊണ്ട് നടന്ന പബ്ലിക് ന്യൂസൻസിന് കേസെടുപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതാണ് അനാവശ്യം. കൂടുതൽ സംസാരിച്ചാൽ നീ ഒരു ജയിൽ പുള്ളിയാവും. എടാ നീ ആദ്യം നന്നാകും, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്കും. മഞ്ജു പിള്ളയ്ക്ക് ഒരു അല്പമെങ്കിലും അഭിമാന ബോധം മകളെ പറഞ്ഞ് മനസ്സിലാക്കുക. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇതിനെ പറയുന്നത് ആ വ്യഭിചാരം എന്നാണ്, വ്യഭിചാരം. ഒരുമാതിരി കഴപ്പണം കെട്ട വർത്താനം പറയില്ലേട്ടാ. നിങ്ങളുടെ കുടുംബക്കാർക്ക് നിനക്കെന്നാ പ്രശ്നം? എടി കൂലിപ്പണിക്ക് പൊടി. കയ്യും കാലിനും ഒരു കുഴപ്പമില്ലല്ലോ ചേരപ്പി. പോയി കൂലിപ്പണിക്ക് പൊടി. പറയാം, നെറുകെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. തീർച്ചയായും